Yes, in the last class, we have discussed about physics, its different branches, etc. These things are explained in detail in the first chapter of your textbook, Physical Words. Go through it. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിസിക്സ് എന്താണെന്നും അതിൻ്റെ വ്യത്യസ്ത ബ്രാഞ്ചുകളെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിസിക്കൽ വേൾഡ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കുക. നമ്മൾ ആ ചാപ്റ്ററിലേക്ക് ഇനി ശ്രദ്ധ ചെലുത്തുന്നില്ല. നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പരീക്ഷയ്ക്കും അത്ര പ്രാധാന്യമുള്ളതല്ല. ടെക്സ്റ്റ് വായിച്ച് നോക്കുക. നമുക്ക് ഇനി പഠിക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്റർ, ടെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്റർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അവർ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ചാപ്റ്റർ 2, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റുകളും അളവുകളും. In our daily life and in physics, we make a lot of measurements. We measure a lot of things in daily life and in physics. What is measurement? We are going to discuss about measurement in this chapter. Clear? Measurement is the topic we are going to discuss in this chapter. വാട്ട് ഈസ് എ മെഷർമെൻറ്റ്? അളക്കുക എന്നാൽ എന്താണ്? വാട്ട് ഈസ് മെൻറ്റ് ബൈ മെഷർമെൻറ്റ്? വി സേ മെഷർമെൻറ്റ് ഈസ് എ കമ്പാരിസൺ. മെഷർമെൻറ്റ് എന്നാൽ താരതമ്യം ചെയ്യലാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ബിൽഡിംഗ്, അതിൻ്റെ ഹൈറ്റ്, നമ്മൾ പൊതുവേ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനാ ഒരു മരത്തിൻ്റെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യും. വി കമ്പയർ ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ദാറ്റ് ഓഫ് എ ട്രീ. വി സേ ദ ഹൈറ്റ് ഓഫ് ദറ്റ് ബിൽഡിംഗ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ ട്രീ നിയർ. അല്ലേ? ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തൊട്ടടുത്തുള്ള മരത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനാ, അല്ലേ, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനാ നമുക്ക് അറിയാവുന്ന ട്രീയുടെ ഹൈറ്റുമായിട്ട് താരതമ്യപ്പെടുത്തി. ഇൻ ദിസ് മാനർ ഓൾ മെഷർമെൻറ്റ്സ് ആർ കമ്പാരിസൺസ്. കമ്പയറിങ് എ ക്വാണ്ടിറ്റി വിത്ത് എ സ്റ്റാൻഡേർഡ്സ്. മെഷർമെൻറ്റ് മീൻസ് കമ്പയറിങ് എ ക്വാണ്ടിറ്റി വിത്ത് എ സ്റ്റാൻഡേർഡ്സ്. മെഷർമെൻറ്റ്, കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ്സ്. with the standards. Clear? ഈ റൂമിൻ്റെ നീളം 5 മീറ്ററാണ്. The length of the room is 5 meter. What is meant by that? The length of the room is 5 times. അല്ലേ? The length of a meter scale. നമ്മുടെ റൂമിൻ്റെ നീളം, അല്ലേ, 5 മീറ്ററാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ, ഒരു മീറ്റർ സ്കെയിലിൻ്റെ നീളമാണ്, അതിൻ്റെ 5 മടങ്ങാണ്. The length of the room is 5 meter, means it is 5 times the length of a meter scale. We compare the length of the room with the length of a meter scale. Clear? അപ്പം മെഷർമെൻറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടോ? കമ്പയറിങ് എ ക്വാണ്ടിറ്റി വിത്ത് എ സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ നമ്മൾ അളന്ന് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി.
physical quantity. A physical quantity is a quantity which we measure to describe nature and its phenomena. പ്രകൃതിയെക്കുറിച്ചോ അതിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചോ പഠിക്കാനായിട്ട് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ക്വാണ്ടിറ്റീസ് വിച്ച് വി measure are called physical quantities. അളന്ന് തിട്ടപ്പെടുത്തുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ അല്ലേ, ഏതൊക്കെ നമ്മൾ അളക്കുക അല്ലേ? ലെങ്ത്ത് അളക്കുക, നീളം അളക്കും അല്ലേ? മാസ് അളക്കലുണ്ട്. വി മെഷർ മാസ് 6 കിലോഗ്രാം അല്ലേ? 10 കിൻഡൽ മാസ് അളക്കും. സമയം അളക്കും, ടൈം അല്ലേ? വാച്ച് ഉപയോഗിച്ചിട്ട്, സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് സമയം അളക്കും, ടൈം അല്ലേ? കറണ്ട് അളക്കാറുണ്ട്, ഇലക്ട്രിക് കറണ്ട് അളക്കും. ബലം, ഫോഴ്സ് അല്ലേ? ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് വി മെഷർ in order to describe nature and its phenomena are called physical quantities. How many examples we can think of? There are so many physical quantities. നമ്മൾ അളക്കുന്ന ക്വാണ്ടിറ്റീസ് 1 2 അല്ല. ഫിസിക്സിൽ അല്ലേ, മറ്റ് കാര്യങ്ങൾക്കായിട്ട് അളക്കുന്ന ക്വാണ്ടിറ്റീസ് 1 2 4 അല്ല, എത്രയോ ഉണ്ട്. There are so many physical quantities. അല്ലേ? പൊതുവേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ when we express a physical quantity, the expression of a physical quantity has 2 parts. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതി കാണിക്കുമ്പോൾ അതിന് 2 ഭാഗമുണ്ട്. The expression of a physical quantity has 2 parts. ലെങ്ത്ത് സമം 6.3 സെൻറ്റിമീറ്റർ എഴുതിയാൽ അല്ലേ? 2 ഭാഗമുണ്ട് എഴുതിയതിന്. ഏതൊക്കെ? ഒരു ഇൻറ്റിജർ പാർട്ട്, ഒരക്കം, പിന്നെയോ യൂണിറ്റ്. ദ എക്സ്പ്രഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി hence has 2 parts, an integer and a unit part. ക്ലിയർ? ഇൻറ്റിജറും യൂണിറ്റും 2 ഭാഗം. എന്നാണ് ആ ഇൻറ്റിജറിൻ്റെ പ്രസക്തി? Integer, the number part, clear അല്ലേ? It tells you what is the size of the quantity. ആ നമ്പർ വലുതാണെങ്കിൽ ക്വാണ്ടിറ്റി സൈസ് കൂടുതലാണ്. ആ നമ്പർ ചെറുതാണെങ്കിലോ സൈസ് ചെറുതാണ്, ക്വാണ്ടിറ്റി ചെറുതാണ്. ക്ലിയർ? ദ നമ്പർ പാർട്ട് ഇൻഡിക്കേറ്റ്സ് ദ സൈസ്. പിന്നെ യൂണിറ്റോ ഞാൻ നേരത്തെ പറഞ്ഞു, just the standard or model for comparison. നമ്മൾ അളക്കാൻ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് ആണ് രണ്ടാമത്തെ യൂണിറ്റ്. യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ. യൂണിറ്റ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓഫ് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്തത്? സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ. ക്ലിയർ? ഇൻറ്റിജറും യൂണിറ്റും. ഓരോ ക്വാണ്ടിറ്റി അളക്കാനും അല്ലേ, ഓരോ യൂണിറ്റ് ഉണ്ട്. ലെങ്ത് അളക്കാൻ മീറ്റർ മാത്രമല്ല, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ അല്ലേ, മൈക്രോമീറ്റർ, ഒരുപാട് യൂണിറ്റുകളുണ്ട്. ലെങ്ത് അളക്കാൻ ഒരു യൂണിറ്റ്, മാസ് അളക്കാൻ വേറെ യൂണിറ്റ്, ഏതാ കിലോഗ്രാം ഉണ്ട്, ടൈം അളക്കാൻ സെക്കൻഡ്. അങ്ങനെ ഓരോ ക്വാണ്ടിറ്റി അളക്കാനും ഓരോ യൂണിറ്റ് ആവശ്യമാണ്. ടു മെഷർ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വി റിക്വയർ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ക്ലിയർ? It is not easy to form separate unit for each physical quantity. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും അല്ലേ വേറെ യൂണിറ്റ് ഉണ്ടാക്കുക എന്നത് എളുപ്പമല്ല. It is not easy to form separate units for each physical quantity. മനസ്സിലാവുന്നുണ്ടാ? നമുക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഓരോന്നളക്കാനും വേറെ യൂണിറ്റ് ഉണ്ടാക്കുക എന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാക്കും. ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ടു അവോയ്ഡ് ദിസ് ഡിഫിക്കൽട്ടി വാട്ട് വി ഡു ഈസ് വി ഡിവൈഡ്
ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻറ്റു 2 ക്ലാസ്സസ്. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായി തിരിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെ ചോദിച്ചാൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. വി ഡിവൈഡ് physical quantities into 2 types: fundamental quantities and derived quantities. derived quantitiesഉം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഓരോന്നും എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ those quantities which we can measure directly and do not depend on others for measurements. നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റുന്ന മറ്റ് ക്വാണ്ടിറ്റീസിനെ ആശ്രയിക്കാത്ത ക്വാണ്ടിറ്റീസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ദേ ആർ ക്വാണ്ടിറ്റീസ് വിച്ച് വി മെഷർ ഡയറക്ട്ലി ആൻഡ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി അതേഴ്സ് ഫോർ മെഷർമെൻറ്റ്സ്. ക്ലിയർ അല്ലേ? അതായത് നമുക്കിപ്പോൾ നമ്മുടെ റൂമിൻ്റെ ലെങ്ത്ത് നേരിട്ടളക്കാം. നമുക്ക് നേരിട്ടളക്കാൻ പറ്റും. ലെങ്ത്ത് വി ക്യാൻ മെഷർ ഡയറക്ട്ലി. നമുക്ക് നേരിട്ട് ലെങ്ത്ത് അളക്കാൻ പറ്റും. അപ്പോൾ ലെങ്ത്ത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. മാസോ, വസ്തുവിൻ്റെ മാസ് കേട്ടില്ലേ? മാസ് ഓഫ് എ ബോഡി നേരിട്ടളക്കാൻ പറ്റും. ഒരു ബാലൻസ് ഉപയോഗിച്ചാൽ മാസ് അളക്കാൻ പറ്റും. മാസ് നമുക്ക് നേരിട്ടളക്കാൻ പറ്റും. അതുപോലെ ടൈമോ നമുക്ക് ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നേരിട്ടളക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫിസിക്സിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. വി ഹാവ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ക്ലിയർ? 1 ലെങ്ത്ത്, 2 മാസ്, 3 ടൈം, പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ. പിന്നെ ഇലക്ട്രിക് കറണ്ട്. ലെങ്ത്ത്, മാസ്, ടൈം, മോഷണവുമായിട്ട് ബന്ധപ്പെട്ട 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെമ്പറേച്ചർ. ഇലക്ട്രോ മാഗ്നറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറണ്ട്. ക്ലിയർ? പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും. പിന്നെ ഒന്നും കൂടിയുണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത. So there are 7 fundamental quantities there: length, mass, time, temperature, electric current, amount of substance, luminous intensity. ഇവയുടെ യൂണിറ്റ് കൂടി കാണിക്കാം കേട്ടോ. ഒന്നേ കാണിച്ചിട്ടു. മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡിലക്കം, ടെമ്പറേച്ചർ കെൽവിൻ. കെ ക്യാപിറ്റലാണേ, കാരണം കെൽവിൻ നെയിം ഓഫ് എ സയൻറ്റിസ്റ്റാണ്. സോറി, സ്മോൾ കെ. ഓക്കെ, കെൽവിൻ. ഇലക്ട്രിക് കറണ്ട് ആംപിയർ, സ്മോൾ എ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. luminous intensity കാൻഡല. ഈ യൂണിറ്റുകൾ നമ്മൾ ബേസ് യൂണിറ്റ്സ് എന്ന് വിളിക്കും. ജസ്റ്റ് കോൾഡ് ബേസ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ബേസ് യൂണിറ്റ്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് വി ക്യാൻ മെഷർ ഡയറക്ട്ലി ആൻഡ് ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ മെഷർമെൻറ്റ്സ്. There are 7 fundamental quantities. They are length, mass, time, temperature, electric current, amount of substance and luminous intensity. Clear? ഇവയുടെ യൂണിറ്റുകൾ ബേസ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഏതൊക്കെ? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ, ആംപിയർ, മോൾ, കാൻഡല. ക്ലിയർ? ഇനിയാണ് ഏത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. വാട്ട് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? എന്തായിരിക്കും? These are quantities which we cannot measure directly
നേരിട്ട് അളക്കാൻ പറ്റാത്തവ. പിന്നെയോ ആൻഡ് ദേ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ മെഷർമെൻറ്റ്. ദീസ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് വി കനോട്ട് മെഷർ ഡയറക്ട്ലി ആൻഡ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ദ മെഷർമെൻറ്റ്സ്. അളക്കണമെങ്കിൽ മറ്റ് ക്വാണ്ടിറ്റീസിനെ ആശ്രയം. ഫോർ എക്സാമ്പിൾ ഇതാ സ്പീഡ് എങ്ങനെ അളക്കൽ? സ്പീഡ് വേഗത നേരിട്ട് കിട്ടൂല. പിന്നെ ദൂരം ഹരിക്കണം സമയം. വസ്തു സഞ്ചരിച്ച ദൂരം അളക്കുക, അതിനടുത്ത സമയം കണക്കാക്കുക, എന്നിട്ടോ ദൂരത്തെ സമയം കൊണ്ട് ഹരിച്ചാലേ സ്പീഡ് കിട്ടുള്ളൂ. അപ്പോൾ സ്പീഡ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? ഏരിയ ക്ലാസ് റൂമിൻ്റെ ഏരിയ നേരിട്ട് കിട്ടുക? ഇല്ല. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് കാണണം, ബ്രെഡ്ത്ത് കാണണം, എന്നിട്ടോ ഗുണിക്കണം. ക്ലിയർ? ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദീസ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് വി കനോട്ട് മെഷർ ഡയറക്ട്ലി ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദി അതേഴ്സ് ഫോർ ദർ മെഷർമെൻറ്റ്സ്. അല്ലേ? എക്സാമ്പിൾസ് അല്ലേ? ഏരിയ, വ്യാപ്തം, വോളിയം ശരിയല്ലേ? സ്പീഡ്, ഡെൻസിറ്റി സാന്ദ്രത, മാസ് ബൈ വോളിയം. ഫോഴ്സ്, മൊമെൻറ്റം, ഇലക്ട്രിക് ചാർജ്. ഇങ്ങനെ എത്ര ഉണ്ട്? ഹൗ മെനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? വി കനോട്ട് സേ. ദർ ആർ സോ മെനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ക്ലിയർ? There are only 7 final quantities, but there are so many derived quantities such as force, speed, momentum, electric charge, etc. Clear? So we have divided physical quantities into two classes, okay? Fundamental and derived quantities. Clear? എന്തിനാണ് ചെയ്തേ? യൂണിറ്റുകളുടെ എണ്ണം കുറക്കാൻ. എങ്ങനെയാണ് കുറച്ചത്? നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് 7 ബേസ് യൂണിറ്റ്സ് ഫോം ചെയ്തു. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് പുതിയ യൂണിറ്റുകൾ വേണ്ട. കാരണം സ്പീഡ് സൗണ്ട് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. എങ്ങനെ കണക്കാക്കാം? മീറ്റർ പെർ സെക്കൻഡ്, പുതിയ യൂണിറ്റ് ഇല്ല. ക്ലിയർ? സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ടു 2 അല്ലേ? ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്.